പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പെർമ്യൂട്ടേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസും തുടർന്ന് നെക്സ്റ്റ് ടോപ്പിക്ക് കോമ്പിനേഷൻ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റെയർകേസ് പാത്സ് ഇൻ XY plane from 2, 1, the point 2, 1 to 7, 4, where each path is made up of individual steps going one unit to the right, that is right capital letter R കൊണ്ടും or one unit upward, that is U. ഞാൻ ഒരു XY പ്ലെയിന് വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇത് 0, 0 ordered pair 0, 0. നെക്സ്റ്റ് ഇത് ordered pair 1, 0. നെക്സ്റ്റ് 2, 0 എക്സെട്ര. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റെയർ കേസ് പാത്സ് ഇൻ XY പ്ലെയിൻ ഫ്രം 2, 1 to 7, 4. ഇതാണ് 2, 1, ദറ്റ് ഈസ് ഈ ഒരു പോയിന്റ് അല്ലേ, ഇതാണ് 2, 1. 2, 1 to എങ്ങോട്ട് 7, 4, ദറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 7, 7, 4 ഈ ഒരു പോയിന്റ് അല്ലേ, ദറ്റ് ഈസ് 1, 2, 3, 4, ദറ്റ് ഈസ് 7, 4. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റെയർ കേസ് പാത്ത് ഇൻ XY പ്ലെയിൻ ഫ്രം 2, 1 to 7, 4 where each path is made up of individual steps going one unit right or one unit upward. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടം മുതൽ ഇങ്ങോട്ടുള്ള ഡിഫറെൻറ്റ് പാത്ത്, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പാത്ത് കണ്ടുപിടിക്കണം. അഥവാ നമുക്ക് എങ്ങനെയൊക്കെ പോവാം, ഫസ്റ്റ് ഇവിടം മുതൽ ഇവിടെ വന്നിട്ട് എന്നിട്ട് ഇങ്ങോട്ട് പോവാം അല്ലേ, അല്ലെങ്കിലോ ഇവിടം മുതൽ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോവാം. ഇനി അല്ലെങ്കിലോ ഇവിടം മുതൽ ഇവിടം വരെ വരാം, എന്നിട്ട് ഇങ്ങോട്ട് പോവാം, എന്നിട്ട് വേണമെങ്കിൽ ഇവിടെ പോവാം, എന്നിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ പോവാം. ഓക്കെ, അപ്പോൾ ഒരുപാട് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വഴിയിലൂടെ നമുക്ക് 2, 1 എന്ന പോയിന്റിൽ നിന്ന് 7, 4 എന്ന പോയിന്റിലേക്ക് എത്താം. ഇങ്ങനെ എത്ര വഴിയിലൂടെ, ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പാത്ത്, ഇതാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റെയർ കേസ് പാത്ത് ഇൻ XY പ്ലെയിൻ ഫ്രം 2, 1 to 7, 4 where each path is made up of the individual steps going one unit to the right or one unit upward. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കണം. ഇത് പെർമ്യൂട്ടേഷൻ എന്ന ഒരു ഐഡിയ നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ, ഇരുന്നങ്ങ് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ 2 നൊട്ടേഷൻ എഴുതാൻ പോവാണ്. ഈ ഒരു പോയിന്റിൽ നിന്നും ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റോട്ട് പോവാം, അല്ലെങ്കിൽ അപ്വേർഡ് മുകളിലോട്ട് പോവാം അല്ലേ. റൈറ്റോട്ടും പോകണം, അതേപോലെ മുകളിലോട്ടും പോകാം. ഏത് വഴിയിലൂടെയും ഏത് പാത്തിലൂടെയും ഇവിടെ എത്തണമെങ്കിൽ സെയിം ഈക്വൽ യൂണിറ്റ് സ്റ്റെപ്പാണ് നമുക്ക് വെക്കേണ്ടത്. ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് ഇങ്ങോട്ട് വെച്ച്, ദറ്റ് ഈസ് ഒരു സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, നെക്സ്റ്റ് 4th, 5th, 6th, 7th, 8th അല്ലേ. 8ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റിലെത്തുക. ഏത് പാത്തിലൂടെ പോയാലും 8 സ്റ്റെപ്പ് വേണ്ടി വരും. ഇനി നോക്കാം, ദറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, 4th സ്റ്റെപ്പ്, 5th സ്റ്റെപ്പ്, 6th സ്റ്റെപ്പ്, 7th ആൻഡ് 8th. അല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. ഇനി നിങ്ങൾ ഇവിടം മുതൽ ഇവിടം വരെ ഓരോ യൂണിറ്റ് സ്റ്റെപ്പാണ് വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുള്ളൂ, ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞാലും ഇവിടം മുതൽ ഇവിടം വരെ എങ്ങനെ നമുക്ക് രണ്ട് രീതിയിലേ പോകാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ റൈറ്റോട്ട് പോവാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോവാം. ഓക്കെ, റൈറ്റോട്ട് പോവാം, മുകളിലോട്ട് പോവാം. ഈ 2 മെത്തേഡിൽ നമ്മൾ ഇവിടെ എത്തണമെങ്കിൽ 8 സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മാറിയേ പറ്റൂ അല്ലേ. 8 സ്റ്റെപ്പ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുള്ളൂ അല്ലേ. ഏത് പാത്തിലും നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, 4th സ്റ്റെപ്പ്, 5th സ്റ്റെപ്പ്, 7th സ്റ്റെപ്പ്, 8th സ്റ്റെപ്പ്, സോറി എവിടെ മിസ്റ്റേക്ക് ഉണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, 4th സ്റ്റെപ്പ്, 5th സ്റ്റെപ്പ്, 6th സ്റ്റെപ്പ്, 7th സ്റ്റെപ്പ്, 8th സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ എത്തണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്പ് എത്രയാണ്, 8 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ്
യു എന്നുള്ളത് അപ്വേർഡ് മൂവ്മെൻറ്റ്, ആർ എന്നുള്ളത് റൈറ്റിലോട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ അപ്വേർഡ് അല്ലെങ്കിൽ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു പാത്ത് എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെറ്റർ കൊണ്ട് ഉപയോഗിക്കാം. ഞാൻ ഈ ഒരു പാത്ത് എടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്യാണ്, ഒന്നുകൂടി മാർക്ക് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. ഫസ്റ്റ് പാത്ത് ദാറ്റ് ഈസ് ഇവിടെ മുതൽ 2 ഇങ്ങോട്ട് പോയി, നെക്സ്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് പോയി. ഓക്കെ, ഫസ്റ്റ് ഇങ്ങോട്ട് പോയി, നെക്സ്റ്റ് ഇങ്ങോട്ട് പോയി. ഓക്കെ, ഈ ഒരു പാത്തിനെ ഞാൻ ഡിനോട്ട് ചെയ്യണത് ഫസ്റ്റ് യു 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 അല്ലേ, 3 പ്രാവശ്യം അപ്വേർഡ്, നെക്സ്റ്റ് ആർ 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 ദാറ്റ് ഈസ് U1 U2 U3 R1 R2 R3 R4 R5. ഈ ഒരു പാത്തിനെ ഞാൻ ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് യു യു യു, നെക്സ്റ്റ് ആർ 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 അല്ലേ. അപ്പോൾ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഒരു പാത്ത് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു പാത്ത് ഞാൻ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് ആർ 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 അല്ലേ, 5 പ്രാവശ്യം റൈറ്റിലോട്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. നെക്സ്റ്റ് 3 പ്രാവശ്യം മുകളിലോട്ട്. ദാറ്റ് ഈസ് യു യു യു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് ഫ്രം ദി പോയിന്റ് 21 to 74 എന്തായിരിക്കും? ഈ ലെറ്റേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻ ആയിരിക്കും അല്ലേ. എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ട് എന്നാണ് അല്ലേ, അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ഇതിലുള്ള വേറൊരു പ്രത്യേകത, ഏത് ഇവിടുന്ന് 21 എന്ന പോയിന്റിൽ നിന്നും 74 എന്ന പോയിന്റിലേക്കുള്ള ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും അതിൽ ആർ എന്ന ദാറ്റ് ഈസ് റൈറ്റിലോട്ട് നമ്മൾ 5 പ്രാവശ്യവും അതേപോലെ അപ്വേർഡ് 3 പ്രാവശ്യമായിരിക്കും. ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ആ റൈറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, 5 പ്രാവശ്യം മൂവ് ചെയ്യേണ്ടി വരും. മുകളിലോട്ട് അപ്വേർഡ് നമ്മൾ 3 പ്രാവശ്യം മൂവ് ചെയ്യേണ്ടി വരും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു പാത്ത് എടുക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു പാത്ത് എടുക്കാൻ പോവാണ്. ഈ ഒരു പാത്ത് ഫസ്റ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് റൈറ്റിലോട്ട് ദാറ്റ് ഈസ് ആർ, നെക്സ്റ്റ് മുകളിലോട്ട് അല്ലേ ദാറ്റ് ഈസ് യു, പിന്നെ 3 പ്രാവശ്യം എന്താ റൈറ്റിലോട്ട് ദാറ്റ് ഈസ് ആർ ആർ ആർ, പിന്നെ ഒരു പ്രാവശ്യം മുകളിലോട്ട് ദാറ്റ് ഈസ് യു, വീണ്ടും ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് ദാറ്റ് ഈസ് ആർ, വീണ്ടും ഒരു പ്രാവശ്യം മുകളിലോട്ട്. ദാറ്റ് ഈസ് എത്ര ആറുണ്ട്, ദാറ്റ് ഈസ് 5 ആറും അതേപോലെ 3 യു. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ 2 ലെറ്റേഴ്സ് അല്ലേ, 2 ലെറ്റേഴ്സ് ഏതൊക്കെയാണ് ആ ലെറ്റേഴ്സ്, യുവും ആറും. യു എത്ര പ്രാവശ്യം വരുന്നുണ്ട്, യു 3 പ്രാവശ്യവും ആറ് 5 പ്രാവശ്യവും. ദാറ്റ് ഈസ് ഈ ലെറ്റേഴ്സ് കൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം, അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഈ ലെറ്റേഴ്സ് കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻ ടേംസ് ഓഫ് പെർമ്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റേഴ്സ് കൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം. ഈ ലെറ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഏത് പെർമ്യൂട്ടേഷൻ എന്തായിരിക്കും, ഇവിടുന്ന് 21 എന്ന പോയിന്റിൽ നിന്ന് 74ലേക്കുള്ള ഒരു പാത്തായിരിക്കും. ദാറ്റ് ഈസ് എത്രയാണ്, ഇവിടെ 2 ലെറ്റേഴ്സേ ഉള്ളൂ അല്ലേ. ദാറ്റ് ഈസ് യുവും ആറും. യു 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ആറ് 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ദാറ്റ് ഈക്വൽ ടു 1 into 2 into 3 into 4 into 5 divided by 5, 6, 7, 8 divided by 5 factorial into 3 factorial. 5 ഫാക്ടോറിയലും ഇത്രയും 5 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യാം. 3 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 6 ആണ്. ബാക്കി 7 into 8 അല്ലേ. എന്താണ് 7 into 8? 56. അപ്പോൾ ആൻസർ എത്രയാണ്? 56. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇഫ് n and k are positive integer with n equal to 2k, then n factorial divided by 2 raised to k is an integer. ഓക്കെ, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എന്നും കെയും പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ എന്താണ് റിലേഷൻ? ഇത് നമ്മളുടെ റിലേഷൻ എന്താണ്? n ഈക്വൽ ടു 2k, ദാറ്റ് ഈസ് കെയുടെ ഡബിൾ ആണെന്ത് n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റേസ് ടു k ഇത് ഒരു ഇൻറ്റിജർ ആണ് എന്ന് തെളിയിക്കണം. ഓക്കെ, ഒന്നുകൂടി വായിക്കാം.
ഇഫ് n ആൻഡ് k ആർ പോസിറ്റീവ് ഇൻറ്റിജർ വിത്ത് n ഈക്വൽ ടു 2k, then n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റേസ് ടു k ഈസ് ആൻ ഇൻറ്റിജർ. എങ്ങനെ പ്രൂവ് ചെയ്യാം? എന്നും കെയും പോസിറ്റീവ് ഇൻറ്റിജറും n ഈക്വൽ ടു 2k ആയാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റേസ് ടു k എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഇവിടെ എന്നും കെയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജറാണ്. ഓക്കെ, എന്നും കെയും ഇൻറ്റിജർ മാത്രമല്ല പോസിറ്റീവ് ഇൻറ്റിജറാണ്. എങ്ങനെ തെളിയിക്കാം? പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ വെച്ച് തന്നെ തെളിയിക്കാം. ഓക്കെ, നമുക്ക് തെളിയിക്കണം എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2k ഇൻറ്റിജർ ആണെന്ന് തെളിയിക്കണം. ഇവിടെ n എന്താണ്? n ഈക്വൽ ടു 2k ആണ്. എന്നും കെയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജറാണ്. ഞാൻ ഇവിടെ കുറച്ച് എലമെൻറ്റ്സ്, കുറച്ച് ലെറ്റേഴ്സ് എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് x1 രണ്ട് പ്രാവശ്യം എടുത്തു, x1. അടുത്തത് x2 ഇതും രണ്ട് പ്രാവശ്യം എടുത്തു. നെക്സ്റ്റ് x3 ഇതും രണ്ട് പ്രാവശ്യം എടുത്തു. അങ്ങനെ xk അല്ലേ? ദാറ്റ് ഈസ് x1 x2 x3 xk. എത്ര? ഇതെല്ലാം 2 ടൈംസ് എടുത്തു. ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ടായിരിക്കും? x1 രണ്ടെണ്ണം ഉണ്ട്, x2 രണ്ടെണ്ണം ഉണ്ട്, x3 രണ്ടെണ്ണം ഉണ്ട്, അതേപോലെ xk രണ്ടെണ്ണം ഉണ്ട്. ടോട്ടൽ നമ്പർ എത്രയാണ്? ടോട്ടൽ ലെറ്റേഴ്സ് എത്രയാണ്? n ഈക്വൽ ടു, ആ ടോട്ടൽ നമ്പേഴ്സ്, ടോട്ടൽ ലെറ്റേഴ്സ് n എന്ന് എടുക്കുകയാണ്. n ഈക്വൽ ടു 2k ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ n എന്താണ്? n പോസിറ്റീവ് ഇൻറ്റിജറാണ്. കെയും എന്താണ്? ഒരു ഇൻറ്റിജറാണ്, പോസിറ്റീവ് ഇൻറ്റിജറാണ് അല്ലേ? k പറഞ്ഞാൽ ഇതിൻ്റെ സഫിക്സ് ആണ് 1 2 3 4 എക്സെട്ര k. ദാറ്റ് ഈസ് n ഈക്വൽ ടു 2k അല്ലേ? ആ റിലേഷന് സാറ്റിസ്ഫൈ ചെയ്തു. ഞാൻ എന്താ ചെയ്തത്? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് x1 x2 x3 എക്സെട്ര xk ഇങ്ങനെ വ്യത്യസ്തമായ എലമെൻസിനെ 2 ടൈംസ് എടുത്തു. ഇനി ഇതെന്താണ്? ഇത് ഒരു അറേഞ്ച്മെൻറ്റാണ് അല്ലേ? x1 x2 x3 എക്സെട്ര xk ദാറ്റ് ഈസ് n എലമെൻറ്റ്സ് ആണ് ഇത്. ദാറ്റ് ഈസ് ഇതിൻ്റെ എത്ര ലീനിയർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും? ദാറ്റ് ഈസ് ഈ എലമെൻറ്റ്സ് കൊണ്ട് എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ ഓഫ് ദിസ് ലെറ്റേഴ്സ്. എന്തായിരിക്കും? എത്ര? ടോട്ടൽ നമ്പർ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, നെക്സ്റ്റ് ഇവിടെ 2 x1 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 2 ടൈംസ് അല്ലേ? ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു x2 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അതും 2 ടൈംസ്. ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു x3 അതും 2 ടൈംസ്. 2 ഫാക്ടോറിയൽ എക്സെട്ര എത്ര? ദാറ്റ് ഈസ് ഫസ്റ്റ് x1 x2 2 ടൈംസ്, x3 3 ടൈംസ്, അങ്ങനെ xk എന്താണ്? അതും 2 ടൈംസ്. ടോട്ടൽ എത്ര? 2 ഫാക്ടോറിയൽ എന്താണ്? 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2. ദാറ്റ് ഈസ് എത്ര 2കളുണ്ട് ഇവിടെ? എത്ര 2 നമ്പേഴ്സ് ഉണ്ട് താഴെ? ദാറ്റ് ഈസ് 2k നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 പവർ k. ഇതെന്താണ്? ഇത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനാണ് അല്ലേ? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷനാണ്. നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ? നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ദാറ്റ് ഈസ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ? ഇൻറ്റിജറാണ് അല്ലേ? ഒരു പെർമ്യൂട്ടേഷൻ്റെ നമ്പറാണെന്ത് നമ്മൾ ഇത് എഴുതിയുള്ളത്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 റേസ് ടു k. ദാറ്റ് ഈസ് ദിസ് എന്താണ്? ഇറ്റ് ഈസ് എ ഇൻറ്റിജർ. ഓക്കെ, ഒന്നുകൂടി പ്രൂഫ് പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് ഇഫ് n ആൻഡ് k ആർ പോസിറ്റീവ് ഇൻറ്റിജർ വിത്ത് n ഈക്വൽ ടു 2k, then we have to prove that n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 റേസ് ടു k ഈസ് ആൻ ഇൻറ്റിജർ. നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ നേരെ കോൺവേഴ്സ് ആണ് ചെയ്യാൻ പോണത്. ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു k എലമെൻറ്റ്സ്, k ലെറ്റേഴ്സ് എടുത്തു. എല്ലാ ലെറ്റേഴ്സും 2 ടൈംസ് എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ കിട്ടാൻ പോണത് എന്താണ്? ഒരു ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? ഒരു നമ്പർ ആയിരിക്കും അല്ലേ? അതെത്രയാണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 റേസ് ടു k. ഇതൊരു നമ്പറാണ്, ദെർഫോർ ഇതെന്താണ്? ഇൻറ്റിജറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വളരെ രസകരമായൊരു ക്വസ്റ്റ്യനാണ്. ഒരു വട്ടമേശയ്ക്ക് ചുറ്റും 3 പേർക്ക് എത്ര രീതിയിൽ വ്യത്യസ്തമായിരിക്കാം? ഓക്കെ, ഞാൻ ഇവിടെ ഒരു പിക്ചർ വരയ്ക്കാൻ പോവാം. ദാറ്റ് ഈസ് ആ മേശ ഒരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ 3 പേര്, ദാറ്റ് ഈസ് എ ബി സി, ഈ 3 പേര് എത്ര രീതിയിൽ എന്ത് ചെയ്യാം? വ്യത്യസ്തമായി ഇരിക്കാം. ഫസ്റ്റ് എന്ത് ചെയ്തു? എ ബി
സി ഇങ്ങനെ ഇരുന്നു അവർ 3 പേരും. അടുത്ത കേസിലോ എയുടെ റൈറ്റ് സൈഡിലാണ് ബി അല്ലേ. എപ്പോഴും എയുടെ റൈറ്റ് സൈഡിൽ ബിയും ബിയുടെ റൈറ്റ് സൈഡിൽ സിയും സിയുടെ റൈറ്റ് സൈഡിൽ എയും ആണെങ്കിൽ അതും ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റിങ് വീണ്ടും അവർ ഇതേപോലെ ഇരിക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് ഇവിടെ ബി, നെക്സ്റ്റ് ഇവിടെ സി, ഇവിടെ എ, ഇത് രണ്ടും ഈക്വലാണ് അല്ലേ. ഇത് രണ്ടും ഒരേ അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് എയുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ബി ആണെങ്കിൽ അടുത്ത എന്തായിരിക്കണം എയുടെ റൈറ്റ് സൈഡിൽ സി ആയിരിക്കണം. ദറ്റ് ഈസ് എ സി ബി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെയിം അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് രണ്ടും ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും 3 പേര് ഇരിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് 3 പേര് എത്ര രീതിയിൽ ഇരിക്കാം, അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്നെ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസപ്പെടുത്താം. എന്നെ മാറുമ്പോൾ എന്ത് ചെയ്യാം, ആ ലീനിയർ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്തമായി കിട്ടും. ഇവിടെ ഫസ്റ്റ് n = 3 ആണെങ്കിൽ എങ്ങനെയൊക്കെ ഇരിക്കാം, n = 3 ആണെങ്കിൽ ഫസ്റ്റ് എ ബി സി, സെക്കൻഡ് എയുടെ റൈറ്റ് സൈഡിൽ സി, ദാറ്റ് ഈസ് എ സി ബി. ഇനി നിങ്ങൾ ഏത് ഒരു അറേഞ്ച്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് n = 4 ആണെങ്കിലോ, n = 4 ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് എ ബി സി ഡി. നെക്സ്റ്റ് അടുത്തത് ഇത് രണ്ടും ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ബി എ, ഇത് സെയിം അത് തന്നെ എഴുതി, ദാറ്റ് ഈസ് സി ഡി. ഓക്കെ, ദാറ്റ് ഈസ് ബി എ ബി സി ഡി, ഇത് ബി എ സി ഡി, വ്യത്യസ്തമാണ്. നെക്സ്റ്റ് അടുത്തത് ഫസ്റ്റ് എന്ത് ചെയ്തു, എ ബി സി ഡി എഴുതി. നെക്സ്റ്റ് ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു, ഇത് അതുപോലെ തന്നെ എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു, ഇത് അതുപോലെ തന്നെ എഴുതാം. ദറ്റ് ഈസ് എ ബി, നെക്സ്റ്റ് ഡി സി. ഇത് 3ഉം വ്യത്യസ്തമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി എന്താ, ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ദറ്റ് ഈസ് എ ഡി, നെക്സ്റ്റ് ബി സി അല്ലേ. ഞാൻ വീണ്ടും പറയണേ, ഫസ്റ്റത്തെ കേസിൽ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു, സെക്കൻഡ് കേസിൽ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു, തേർഡ് കേസിൽ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് പിന്നെ ഏതുള്ളത്, ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ബി സി എ ഡി. ഇനി ഏതാണ് നെക്സ്റ്റ്, ഞാൻ ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. ഡിയും ബിയും ഇൻ്റർചേഞ്ച് ചെയ്യണം, ഇത് അതുപോലെ തന്നെ വെച്ചു. ദാറ്റ് ഈസ് എ സി ബി ഡി. നെക്സ്റ്റ് ഇപ്പോൾ ഇതാണ് ഇൻ്റർചേഞ്ച് ചെയ്തത്. നെക്സ്റ്റ് ഇത് രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക, ഇത് അതുപോലെ തന്നെ വെക്കാം. ദാറ്റ് ഈസ് സി എ ഡി വി. ഓക്കെ, ദാറ്റ് ഈസ് 1 2 3 4 5 6 7. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഈ ഒരു ക്ലോക്ക് വൈസിൽ ഫസ്റ്റ് എ ബി സി ഡി, രണ്ടാമത്തെ ബി എ സി ഡി അല്ലേ, ബി എ സി ഡി. നെക്സ്റ്റ് എ ബി ഡി, എ ബി ഡി സി. അടുത്തത് ഡി ബി സി എ. നെക്സ്റ്റ് എ സി ബി ഡി. നെക്സ്റ്റ് എ ഡി സി ബി. നെക്സ്റ്റ് സി ബി എ ഡി. ഇവിടെ നോക്കി എ ബി സി ഡി ഇതേ ഓർഡറിൽ ബി സി ഡി എ ഉണ്ടോ, ഇല്ല. ബി സി ഡി എ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും സെയിം ആണ് അല്ലേ. ഇതേ സർക്കിൾ വീണ്ടും വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, സെയിം ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഈ ഒരു ഇത് സി ബി എ ഡി അത് ഇവിടെ വന്നിട്ടുണ്ടോ, വേറെ എവിടെ വന്നിട്ടുണ്ട്, സി ബി എ ഡി, തൊട്ട് മുന്നേ സി ബി എ ഡി. ഇത് സെയിം ആണ്, അവരൊന്നും കൂടിയും ഒന്ന് റൊട്ടേറ്റ് ചെയ്തെന്നുള്ളൂ. ഇത് രണ്ടും സെയിം അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, ദാറ്റ് ഈസ് സി
ബി എ ഡി ഇത് തന്നെയാണ് എന്ത് സി ബി എ ഡി ഇത് രണ്ടും സെയിമാണ്. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ എഴുതി നോക്കുക. എഴുതി നോക്കിക്കഴിഞ്ഞാൽ എത്ര വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര ഈ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഈസ് ഈ സർക്കുലർ അറേഞ്ച്മെൻറ്റ് കിട്ടുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇനി ഏത് എഴുതി കഴിഞ്ഞാലും ഇതിലെ ഏതെങ്കിലും ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ n=4 ആണെങ്കിൽ എത്രയാണ്, n=4 ആണെങ്കിൽ 6 ആണ് അല്ലേ. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യണേ, ദാറ്റ് ഈസ് 6. അപ്പോൾ n=3 ആണെങ്കിൽ 2, n=4 ആണെങ്കിൽ 6. നെക്സ്റ്റ് n=5 ആണെങ്കിലോ, n=5 ആണെങ്കിൽ എഴുതി നോക്കൽ ബുദ്ധിമുട്ടാണ്, ഒരുപാടുണ്ടായിരിക്കും. മാത്രമല്ല ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. ഇവിടെ ഒന്നും കൂടി പറയാം, എ ബി സി ഡി, ഈ എ ബി സി ഡി ഇത് തന്നെയാണ് എന്ത് ബി സി ഡി എ അല്ലേ. ഇത് രണ്ടും ബി സി ഡി എ ഇത് രണ്ടും സെയിമാ അല്ലേ. ബിയുടെ റൈറ്റിൽ സി വരും, സിയുടെ റൈറ്റിൽ ഡി വരും, ഡിയുടെ റൈറ്റിൽ എ വരും. അതിന് എവിടെയും ഈ ബിയുടെ റൈറ്റിൽ സി, സിയുടെ റൈറ്റിൽ ഡി, ഡിയുടെ റൈറ്റിൽ എ. അപ്പോൾ ഇതേപോലെ n=5 ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ ഏതെങ്കിലും ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാൻ പറ്റുമോ? ഈ എക്സാമ്പിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. n=3 ആണെങ്കിൽ ഞാൻ ഒരു എലമെൻറ്റിനെ ഇവിടെ ഫിക്സ് ചെയ്തു, പിന്നെന്തുള്ളത്, ഇതിനെ എത്ര രീതിയിൽ നമുക്ക് ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സി ബി, നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സി ബി എഴുതാം അല്ലെങ്കിൽ ബി സി എഴുതാം അല്ലേ. അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റൊട്ടേഷൻ വരില്ല. ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള എന്താണ്, 2 ലെറ്റേഴ്സാണ്. 2 ലെറ്റേഴ്സ് നമുക്ക് എന്ത് എഴുതാം, ഒന്ന് സി ബി എഴുതാം അല്ലെങ്കിൽ ഒന്ന് സി ബി എഴുതാം അല്ലെങ്കിൽ ബി സി എഴുതാം അല്ലേ. ഒന്ന് ബി സി എഴുതാം അല്ലെങ്കിൽ സി ബി എഴുതാം, അത്രയേ ഉള്ളൂ. ഇനി 4 ലെറ്റേഴ്സ് ആണെങ്കിലോ അതിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 3 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ദാറ്റ് ഈസ് ബി സി ഡി. ഇതിനെ എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ആ ലീനിയർ അറേഞ്ച്മെൻറ്റ് ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ. ബി സി ഡി എന്ന 3 ലെറ്റേഴ്സ് കൊണ്ട് എത്ര രീതിയിൽ നമുക്ക് ലീനിയർ അറേഞ്ച്മെൻറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. ആ 3 ഫാക്ടോറിയൽ അത്രയും കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ അങ്ങനെ എഴുതിയാൽ പോരെ. ദാറ്റ് ഈസ് ബി സി ഡി എഴുതും, അടുത്ത് ബി ഡി സി എഴുതും അല്ലെങ്കിൽ സി ഡി ബി എഴുതും അല്ലേ. അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് എത്രയാണ്, 3 ഫാക്ടോറിയൽ. n=3 ആണെങ്കിലോ 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, 2 കിട്ടിയ 1 2. n=4 ആണെങ്കിലോ അതിൽ ഒന്ന് ഫിക്സ് ചെയ്യാം. ബാക്കിയുള്ള എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ ലീനിയർ അറേഞ്ച്മെൻറ്റ് നോക്കുക, എത്ര ഉണ്ടോ അത്രയും ഇതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, വ്യത്യസ്ത സർക്കുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് n=4 ആണെങ്കിൽ എത്രയായിരിക്കും, 3 ഫാക്ടോറിയൽ ആയിരിക്കും. എന്നാൽ 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 3 × 2 ദാറ്റ് ഈസ് = 6. ദാറ്റ് ഈസ് ആ 6 എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ 5 ആണെങ്കിലോ, 5 ആണെങ്കിൽ 5 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എ, ഞാൻ ഇവിടെ എഴുതാം, എ ബി സി ഡി ഇ. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാം. ഇനി എത്ര ഉണ്ട്, 4 ഉണ്ട് അല്ലേ. 4 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 4 ലെറ്റേഴ്സിൻ്റെ എത്ര ലീനിയർ പെർമ്യൂട്ടേഷൻ ഉണ്ടാവും, എത്ര 4 ലെറ്റേഴ്സ് കൊണ്ട് എത്ര പെർമ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലേ. ഇത് ഒരിക്കലും സെയിം ആവില്ല അല്ലേ. നമ്മൾ ഓരോ പേഴ്സണാണ് ഇവിടെ നമ്മൾ എ ബി സി ഡി, അത് രണ്ടും ഐഡൻറ്റിക്കൽ ആവില്ല. ഓക്കെ, അപ്പോൾ അവിടെ റിപ്പീറ്റേഷൻ കൊണ്ടുചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 4 ലെറ്റേഴ്സ് കൊണ്ട് എത്ര രീതിയിൽ എത്ര പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. ദാറ്റ്സ് ഈക്വൽ ടു 1 × 2 × 3 × 4. ദാറ്റ്സ് ഈക്വൽ ടു എത്ര, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു, ദാറ്റ് ഈസ് 2 × 3 ദാറ്റ് ഈസ് 6, 6 × 4 ദാറ്റ് ഈസ് 24. 24 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 പേരെ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്തമായിട്ട് ടേബിളിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു മേശയ്ക്ക് പുറത്ത്, മേശയ്ക്ക് ചുറ്റും n ആളുകളുണ്ടെങ്കിൽ അവരെ എത്ര രീതിയിൽ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം, അവരെ സെറ്റ് ചെയ്യാം, അവർക്ക് സീറ്റ് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് n ആളുകളാണെങ്കിൽ n-1 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ സീറ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, വീണ്ടും പറയുകയാണെങ്കിൽ ഇവിടെ ഇത് രണ്ടും സെയിം അറേഞ്ച്മെൻറ്റാണ്. ദാറ്റ് ഈസ് എ ബി സി ഡി അതേപോലെ ബി സി ഡി എ ഇത് രണ്ടും സെയിം ആണ്, സെയിം അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, ഇത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി 6 ആളുകളാണെങ്കിലോ, 6 ആളുകളാണെങ്കിൽ ദാറ്റ് ഈസ് n =
n ഈക്വൽ ടു 6 ആയിരിക്കും. ദാറ്റ് ഈസ് 1 2 3 4 5 6 അല്ലേ? ഇവർ എത്ര രീതിയിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 6 മൈനസ് 1 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അല്ലേ? ദാറ്റ് ഈക്വൽ ടു എത്രയായിരുന്നു? ദാറ്റ് ഈസ് 120. ഇനി ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി കൊടുക്കാൻ പോവാണ്. ഈ 6 പേരിൽ 3 പേര് മെയിൽസും അതേപോലെ 3 പേര് ഫീമെയിൽസുമാണ് അല്ലേ? 3 പേര് മെയിലും 3 പേര് ഫീമെയിലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഒരു പ്രത്യേക ഓർഡറിൽ സെറ്റ് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് മെയിൽ ആണെങ്കിൽ നെക്സ്റ്റ് ഫീമെയിൽ, നെക്സ്റ്റ് മെയിൽ ആണെങ്കിൽ നെക്സ്റ്റ് ഫീമെയിൽ, ഈ ഒരു ഓർഡറിൽ ആൾട്ടർനേറ്റ് ഒരു മെയിലും ഒരു ഫീമെയിലും വരുന്ന രീതിയിൽ എത്ര വ്യത്യസ്തമായി രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഇവിടെ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യന് വീണ്ടും നമ്മൾ എക്സ്ട്രാ ഒരു കണ്ടീഷനും കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് മെയിലാണെങ്കിൽ അടുത്ത എന്തായിരിക്കണം, ഫീമെയിലായിരിക്കണം, അടുത്ത് മെയിലായിരിക്കണം, അടുത്ത് ഫീമെയിലായിരിക്കണം, അടുത്ത മെയിലായിരിക്കണം, അടുത്ത് ഫീമെയിലായിരിക്കണം. ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് F1 അതേപോലെ M1, ദാറ്റ് ഈസ് F1 EM1, നെക്സ്റ്റ് EF2 EM2, നെക്സ്റ്റ് EF3 EM3. ഓക്കെ, ഇനി ഇവിടെ F1 പറഞ്ഞാൽ ഫസ്റ്റ് ഫീമെയിൽ, M1 പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മെയിൽ, നെക്സ്റ്റ് F2 പറഞ്ഞാൽ സെക്കൻഡ് ഫീമെയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ ഓർഡറിൽ FMF ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഫിക്സ് ചെയ്യണം അല്ലേ? നമ്മൾ ആ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, F1 ഫിക്സ് ചെയ്തു, F1 അഥവാ ഒരു ഫീമെയിലിനെ ഫിക്സ് ചെയ്തു. ഇനി നെക്സ്റ്റ് പൊസിഷൻ എന്താണ്, മെയിലിനുള്ളതാണ്. എത്ര മെയിലുണ്ട്, M1 M2 M3 3 മെയിലുണ്ട്. ഈ പൊസിഷനിൽ എത്ര മെയിലിന് നമുക്ക് വരാം, എത്ര രീതിയിൽ പറഞ്ഞാൽ ഈ M1 ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെൻ്റായി, M1 പകരം M2 വന്നാലോ അത് വേറെ ഒരു അറേഞ്ച്മെൻ്റായി അല്ലേ? അതിന് പകരം M3 വന്നാലോ അത് വേറെ അറേഞ്ച്മെൻ്റായി. അപ്പോൾ ഈ ഒരു പൊസിഷൻ എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഒന്നെങ്കിൽ M1 അല്ലെങ്കിൽ M2 അല്ലെങ്കിൽ M3. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് 3 വേസിൽ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത പൊസിഷൻ ഫീമെയിലിനുള്ളതാണ്. ആൾറെഡി ഒരു F1 ഒരു ഫീമെയിലിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എത്ര ഉള്ളൂ, 2 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ F2 കൊടുക്കാം അല്ലെങ്കിൽ F3 കൊടുക്കാം. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിക്സ് ചെയ്യാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 വൈസായി. ഓക്കെ, ഇനി അടുത്തത് M2. ആൾറെഡി ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ഏതെടുത്ത് കഴിഞ്ഞാലും ഒന്ന് ഇവിടെ ആൾറെഡി സെറ്റ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്, M2 ഉണ്ടായിരിക്കും, M3 ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഇവിടെ M2 ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ M3 ഇവിടെ ഫിക്സ് ചെയ്യാം. ഇവിടെ എന്താണ് അത് ഒഴിച്ചുള്ള ബാക്കിയുള്ള 2 മെയിലിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊസിഷനിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് വീണ്ടും 2 വേസ്. നെക്സ്റ്റ് ഇവിടെ ആൾറെഡി F1 ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്ത F2 ഒന്നെങ്കിൽ F3 അല്ലെങ്കിൽ F2 ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കി 1 ഉള്ളൂ അല്ലേ? ബാക്കി 1 ഒരു നമ്പറേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? നെക്സ്റ്റ് M3 ആൾറെഡി ഇവിടെ 2 ഫിക്സ് ചെയ്തു അല്ലേ? ഇവിടെ ഇനി 1 ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഇൻറ്റു 1. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 ഇൻറ്റു 2. that equal to 12. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എത്ര വെറൈറ്റി ആയിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ബേസിക് ഐഡിയാസ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് ഈ കണ്ടൻറ്റ് ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാണ്. ഇനി അടുത്ത ടോപ്പിക്ക് കോമ്പിനേഷൻ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് അത് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യാം. ഓക്കെ.